മലപ്പുറത്ത് ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നു. മലപ്പുറം കരുളായി നെടുങ്കയത്ത് പൂച്ചപ്പാറ നഗറിലെ മണിയാണ് കൊല്ലപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടു. അഷ്കർ അലി കരിമ്പ, വീണ്ടും കാട്ടാനക്കലി, അത് ഒരു യുവാവിന്റെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒപ്പമുണ്ടായിരുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് അവരുടെ ജീവൻ കഴിച്ചിലായി എന്ന് കരുതാം അല്ലേ? സുജ, ഗുഡ് മോർണിംഗ്. തീർച്ചയായും അങ്ങനെയാണ്. ഇന്നലെ രാത്രിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഈ ആക്രമണം ഉണ്ടായ സ്ഥലം എന്ന് പറയുന്നത് ഉൾക്കാടാണ്, വനപ്രദേശമാണ്. അഥവാ നെടുങ്കയം ഫോറസ്റ്റിന് ഏകദേശം 25 കിലോമീറ്ററോളം അകത്താണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. അതിൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മണി എന്ന് പറയുന്നത് പ്രാക്തന ഗോത്ര വിഭാഗമായിട്ടുള്ള, അല്ലെങ്കിൽ ഏഷ്യയിലെ ഗുഹാവാസികൾ എന്നൊക്കെ അറിയപ്പെടുന്ന ചോര നായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട മണിയാണ് കൊല്ലപ്പെടുന്നത്. ഇന്നലെ വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ മരുന്ന് വാങ്ങുന്നതിന് മറ്റുമായിട്ടാണ് ഇവർ ഇന്നലെ ഫോറസ്റ്റിന് പുറത്തേക്ക് ഇറങ്ങി അവിടുന്ന് മരുന്നൊക്കെ വാങ്ങി തിരിച്ച് പോകുന്നതിനിടെയാണ് ഈ വെറ്റിലക്കൊല്ലി, കരിമ്പുഴ കടന്ന് വെറ്റിലക്കൊല്ലി വഴി വിളക്കുപ്പാറയിലേക്കായിരുന്നു ഇവർ പോയിരുന്നത്. അത്തരത്തിലാണ് പോയിരുന്നത്. പക്ഷേ ഇത് മാഞ്ചേരിക്ക് സമീപമുള്ള പ്രദേശമാണ്. മാഞ്ചേരി വരെ മാത്രമേ വാഹന സൗകര്യമുള്ളൂ. അത്തരത്തിൽ അവിടെ വെച്ചാണ് ഇത്തരത്തിൽ കാട്ടാന ആക്രമിക്കുന്നത്. ഇവർ 3 പേരുണ്ടായിരുന്നു. മണിയും അതിനോടൊപ്പം തന്നെ 2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. മണിയുടെ കയ്യിൽ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഈ കാട്ടാന ആക്രമിച്ചതോടെ തന്നെ കുട്ടി തെറിച്ചു. പിന്നെ കുട്ടിക്ക് കാര്യമായി ഗുരുതരമായി പരിക്കൊന്നും ഏറ്റില്ല. പക്ഷേ മണിക്ക് ഇത്തരത്തിൽ സാരമായി പരിക്കേൽക്കുകയായിരുന്നു. പിന്നീട് അവിടെ നിന്നും ഒപ്പമുണ്ടായിരുന്നവർ ചുമലിലേറ്റിയാണ് ഈ മണി അവിടെ നിന്നും മാഞ്ചേരിയിലേക്ക് എത്തിക്കുന്നത്. മാഞ്ചേരി വരെ മാത്രമാണ് നിലവിൽ ജീപ്പ് സർവീസ് ഉള്ളത്. അവിടുന്ന് വേറൊരാളുടെ ജീപ്പിൽ, ഒരു നാട്ടുകാരുടെ ജീപ്പിൽ ഇയാളെ ഫോറസ്റ്റിന് പുറത്തേക്ക് നെടുങ്കയത്തേക്ക് എത്തിച്ചു. നെടുങ്കയത്ത് നിന്ന് പിന്നീട് ആംബുലൻസിലേക്ക് മാറ്റി ഇവിടെ നിലമ്പൂരിലേക്ക് എത്തിച്ചു. പക്ഷേ ആംബുലൻസിലേക്ക് മാറ്റുന്നതുവരെ, അല്ലെങ്കിൽ ഫോറസ്റ്റ് പുറത്തേക്ക് എത്തിക്കുമ്പോൾ പോലും മണി സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് കൂടെയുള്ളവരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിക്കും മുമ്പ് തന്നെ ജീവൻ നഷ്ടമാവുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പോൾ മണിയുടെ മൃതദേഹം നിലമ്പൂർ താലൂക്ക് ജില്ലാ ആശുപത്രിയിൽ മോർച്ചറിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുകയും ചെയ്യും. നേരത്തെ തന്നെ ഇത്തരത്തിൽ ഈ ചോലനായ്ക്കൽപ്പെട്ട ആളുകൾ പലപ്പോഴും കാട്ടാനാക്രമണത്തിന് വിധേയമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇവർ ഈ വലിയ കാടിൻ്റെ ഉൾപ്രദേശത്ത് താമസിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ വന്യമൃഗങ്ങളോടും വന്യമൃഗശല്യങ്ങളോടൊക്കെ തന്നെ പൊരുതി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മനുഷ്യർ തന്നെയാണ്. അവിടെ ആളുകളിൽ താമസിക്കുന്ന ആളുകളാണ് ഇപ്പോഴും അതിൽ പലരും. അതിൽ പൂച്ചപ്പാറ നഗറിൽ താമസിച്ചിരുന്ന അത്തരം ഈ ആദിവാസി കൂട്ടായ്മകൾക്കിടയിൽ തന്നെ താമസിച്ചിരുന്ന ആളാണ് മണിയും. അവിടെ വെച്ചാണ് അവിടേക്ക് വീട്ടിലേക്ക് എത്തുന്നതിൻ്റെ ഏകദേശം 4 കിലോമീറ്റർ മുമ്പാണ് ഇത്തരത്തിൽ മണി ഈ കാട്ടാനയുടെ മുമ്പിൽ ചെന്നുപെടുന്നത്. പലപ്പോഴും ഇത്തരത്തിൽ മൃഗങ്ങളുടെ മുമ്പിൽ പെടാറുണ്ടെങ്കിൽ പോലും അവർ വിദഗ്ധമായി തന്നെ മൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടാറുമുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ അത്തരത്തിൽ രക്ഷപ്പെടാൻ മണിക്ക് സാധിച്ചില്ല. ആ സമയത്താണ് ഇത്തരത്തിലൊരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ തന്നെയാണ് ചുമലിലേറ്റി ആദ്യഘട്ടത്തിൽ മാഞ്ചേരിയിലേക്കും പിന്നീട് നിന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തേക്ക് പോയിരുന്നു. ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പിന്നീട് അവിടെ നിന്നും ഈ യുവാവിനെ ഇത്തരത്തിൽ പുറത്തേക്ക് എത്തിക്കുന്നത്, കാടിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്നത്. പക്ഷേ കാടിനെ പുറത്തേക്ക് എത്തിച്ച് നിലമ്പൂർ ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യമായി ഒരു യുവാവിന്റെ ജീവൻ പൊലിഞ്ഞു എന്നുള്ള വിവരമാണ് മലപ്പുറത്ത് നിന്ന് വരുന്നത്. അഷ്കർ അലി കരിമ്പയാണ് നമുക്കൊപ്പം ചേർന്നത്. താങ്ക് യു അഷ്കർ. കൂടുതൽ വാർത്തകളും ഇതോടൊപ്പം കലോത്സവ വൈബിനൊപ്പം നമ്മൾ വരുന്നു.